ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അതെ, എന്നെ പിടിച്ചത് ഡൽഹി ജുമാ മസ്ജിദിൽ നിന്നാണ്. ഞാൻ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അള്ളാഹു വിധിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ജുമാ മസ്ജിദിലേക്ക് വരുമെന്ന്. അതെ, ചന്ദ്രശേഖർ ആസാദിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരേ ഒരു കാര്യമാണ് കോടതിയോട് ചോദിച്ചത്. ചന്ദ്രശേഖർ ആസാദിനെ ജുമാ മസ്ജിദിലേക്ക് പോകാൻ അനുവദിച്ചു തരണമെന്ന്. അത് കോടതി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരുപാട് ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും ചന്ദ്രശേഖർ ആസാദിന് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകാം. ഡൽഹി ജുമാ മസ്ജിദിൽ ചന്ദ്രശേഖർ ആസാദിനെ കാത്തുകൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഉണ്ടാകും. കാരണം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട്, അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആർജവത്തോടെ കേന്ദ്ര സർക്കാരിനെതിരെ പോരാടാൻ തയ്യാറായ ചന്ദ്രശേഖർ ആസാദ് നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങളുടെ കൂടെ ആയിരങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വരുന്നത് ഡൽഹി ജുമാ മസ്ജിദിലേക്കായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ആ വാക്കുകളെ യാഥാർത്ഥ്യമായി കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവും കാത്ത് ഡൽഹി ജുമാ മസ്ജിദിന്റെ അങ്കണത്തിൽ രാജ്യത്തെ ഹൈന്ദവനും, രാജ്യത്തെ മുസൽമാനും, രാജ്യത്തെ ക്രൈസ്തവരും, മതേതരത്വ വിശ്വാസികളുമൊക്കെ ഡൽഹി ജുമാ മസ്ജിദിന്റെ മുന്നിൽ നിങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ തിരിച്ചടിയാണ്. ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും ഉപാധികൾക്കപ്പുറത്ത് ചന്ദ്രശേഖർ ആസാദ് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങളുടെ നായകൻ. ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഈ ജാമ്യം ഒരുപക്ഷെ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്തയാണ്. ഡൽഹി കോടതി രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെയും അതുപോലെ തന്നെ ഡൽഹി പോലീസിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉപാധികളോടുകൂടി ജാമ്യം നൽകിയത് അദ്ദേഹത്തിന് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ, പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ടാക്കുമെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തിന് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കോടതിയുടെ അനുമതി തീർച്ചയായും ചന്ദ്രശേഖർ ആസാദിന് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നിറവേറ്റാൻ അവിടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ ചന്ദ്രശേഖർ ആസാദിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചന്ദ്രശേഖർ ആസാദ് തന്നെയാണ് നമ്മുടെ നായകൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.